എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കാത്തിരുന്ന ക്ഷേമ പെൻഷൻ വിതരണം നാളെയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള കടമെടുപ്പ് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ റേഷൻ സ്തംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ തന്നെ ഒട്ടുമിക്ക റേഷൻ കടകളിലും സാധനങ്ങൾ തീർന്നിട്ടുണ്ട്. ഇനി റേഷൻ കടക്കാരുടെ സമരം, ഇതൊക്കെ കുറിച്ചാണ് വീഡിയോയിൽ പറയുന്നത്. ഏറ്റവും പുതിയ റേഷൻ പെൻഷൻ അറിയിപ്പുകളാണ് പറയുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ജനുവരി മാസത്തെ പെൻഷനോടൊപ്പം നിലവിൽ കുടിശ്ശികയുള്ള 4 മാസത്തെ ഗഡുവിൽ ഒരു ഗഡു കൂടി ചേർത്ത് 3200 രൂപ വീതമാണ് 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇതിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത പല ആളുകൾക്കും 3200 മുടങ്ങും. കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് 600, അതുപോലെ തന്നെ 400, 1000 രൂപയുടെ കുറവുണ്ടാകും. 2 മാസത്തേതായതുകൊണ്ട് തന്നെയാണിത്. മറ്റൊന്ന്, 2 മാസത്തെ പെൻഷൻ കയ്യിൽ വിതരണം ചെയ്യുമ്പോൾ പല ആളുകളും കമ്മീഷൻ എന്നുള്ള നിലക്ക് 200 രൂപ കൈപ്പറ്റുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വിതരണക്കാർ അങ്ങനെ വാങ്ങുന്നുണ്ട് എങ്കിൽ ആ വിവരം പഞ്ചായത്തിൽ അറിയിക്കണം എന്ന് ധനവകുപ്പ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വിതരണത്തിനുള്ള ചെലവ് എന്നുള്ള നിലക്കാണ് ഇങ്ങനെ പൈസ പല വിതരണക്കാരും കൈക്കലാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നത്. വിതരണക്കാർക്ക് ഇൻസെൻറ്റീവായി സർക്കാർ തന്നെ പണം നൽകുന്നുണ്ട്. 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് നൽകുമ്പോൾ 1 മാസത്തെ ഇൻസെൻറ്റീവ് മാത്രമാണ് അവർക്ക് ലഭിക്കുക. ഈ ഒരു സാഹചര്യത്തിലാണ് വിതരണക്കാർക്ക് ലഭിക്കുന്ന പെൻഷൻ പണത്തിൽ നിന്നും കമ്മീഷൻ ഈടാക്കി ചില ആളുകൾ കൈപ്പറ്റുന്നത്. ഇങ്ങനെ ആരെങ്കിലും വാങ്ങുന്നുണ്ട് എങ്കിൽ അതാരും നൽകരുത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം എത്തിത്തുടങ്ങും. സാധാരണ പെൻഷൻ വിതരണം വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് അക്കൗണ്ടിൽ എത്താറുള്ളത്. ഇത് തുക സർക്കാരിന് എത്തിയതിന് ശേഷം 2 ദിവസത്തെ താമസത്തിന് ശേഷമാണ് പെൻഷൻ വിതരണം നടക്കുന്നത്. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരത്തെ തുക എത്താനുള്ള സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയോട് കൂടിയിട്ട് തന്നെ അക്കൗണ്ടുകളിലേക്ക് തുക എത്താൻ തന്നെയാണ് സാധ്യത. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടു കൂടി ഉറപ്പായും എത്തിച്ചേരുന്നതാണ്. അടുത്ത അറിയിപ്പ് റേഷൻ സംബന്ധിച്ചാണ്. റേഷൻ സംവിധാനം അതീവ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. റേഷൻ വിതരണക്കാർക്കും കരാർ തൊഴിലാളികൾക്കും വേണ്ട വേതനം നൽകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ റേഷൻ കടയിലേക്ക് സ്റ്റോക്ക് എത്താത്തതുകൊണ്ട് തന്നെ മിക്കവാറും റേഷൻ കടകളെല്ലാം കാലിയായിട്ടുണ്ട്. മാത്രമല്ല 27-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുകയാണ്. ഇതുകൂടാതെയാണ് ഏപ്രിൽ മാസം മുതൽ ഇപ്പോൾ സെസ് ഏർപ്പെടുത്തുമെന്ന അറിയിപ്പ് വന്നിട്ടുള്ളത്. നീല വെള്ള റേഷൻ കാർഡുകാർക്കാണിത്. മുൻഗണനേതര വിഭാഗമായ നീല വെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും റേഷന് പ്രതിമാസം 1 രൂപ സെസ് പിരിക്കാൻ ധനവകുപ്പിൻ്റെ അനുമതി. ഇതേ തുടർന്ന് ഏപ്രിൽ മാസം മുതൽ സെസ് പിരിച്ചു തുടങ്ങും. റേഷൻ വ്യാപാരി ക്ഷേമ ബോർഡിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് വെൽഫെയർ ഫണ്ട് സെസ് ഇനത്തിൽ 1 രൂപ വീതം ഈടാക്കുക. ഇത് സംബന്ധിച്ച് ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണറുടെ റിപ്പോർട്ട് ഭക്ഷ്യവകുപ്പ് കഴിഞ്ഞ ജൂണിൽ അംഗീകരിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ഏപ്രിൽ 1 മുതൽ സെസ് നടപ്പിലാക്കും. ഇപ്പോൾ 1 വർഷത്തേക്കാണ് സെസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 24 വർഷമായി റേഷൻ വ്യാപാരി ക്ഷേമനിധി ബോർഡിലേക്ക് 1 രൂപ പോലും വിഹിതമായി സർക്കാർ നൽകിയിട്ടില്ല. പകരം 14,161 വ്യാപാരികളിൽ നിന്നും 200 രൂപ വീതം ബോർഡിലേക്ക് ഈടാക്കുന്നുണ്ട്. ക്ഷേമനിധി അംഗങ്ങളായിട്ടുള്ള വ്യാപാരികൾക്ക് പെൻഷനായി 1,500 രൂപയും മാരക രോഗം വന്നാൽ ഒരു തവണ പരമാവധി 25,000 രൂപയുമാണ് സർക്കാർ നൽകുന്നത്. 1,564 വ്യാപാരികളാണ് നിലവിൽ പെൻഷൻ കൈപ്പറ്റുന്നത്. 3 മാസം കൂടുന്തോറും പെൻഷൻ നൽകാൻ 80 ലക്ഷം രൂപയാണ് ധനവകുപ്പ് കണ്ടെത്തുന്നത്. ചികിത്സാ സഹായത്തിനായി 23 ലക്ഷം രൂപയും സർക്കാർ നൽകുന്നുണ്ട്. പ്രതിസന്ധി തുടർന്ന് പെൻഷനും ചികിത്സാ സഹായവും മുടങ്ങിയതോടെ ക്ഷേമ ബോർഡിലേക്ക് ഇനി മുതൽ പണമടക്കില്ല എന്ന് വ്യാപാരികൾ കത്ത് നൽകിയിരുന്നു. തിങ്കളാഴ്ച ഭക്ഷ്യമന്ത്രിയുമായി ചർച്ച നടത്തി വിഷയം സംഘടനാ നേതാക്കൾ ഉന്നയിച്ചതോടെയാണ് സെസ് നടപടിയെടുക്കാം എന്ന് മന്ത്രി അറിയിച്ചത്. സംസ്ഥാനത്ത് നിരവധി ക്ഷേമ ബോർഡുകളുണ്ട്. ഈ ക്ഷേമ ബോർഡുകളിൽ അംഗങ്ങളായിട്ടുള്ളവർ നിശ്ചിത അംശാദായം അടക്കണം. അത്രയും തുക സർക്കാർ അടക്കും എന്നാണ് വാഗ്ദാനം. എന്നാൽ ഈ ഒരു തുക സർക്കാർ അടക്കാതെ അതിൻ്റെ ഭാരം സാധാരണക്കാരായ റേഷൻ കാർഡ് ഉടമകളുടെ തലയിൽ കെട്ടിവെക്കുകയാണ്. നമുക്ക് എല്ലാ ആളുകൾക്കും നീല വെള്ള റേഷൻ കാർഡുള്ളവർക്കെല്ലാം 1 രൂപ അധികം നൽകണം. റേഷൻ കിട്ടിയിട്ട് ഇങ്ങനെ അധികം 1 രൂപ നൽകുകയാണ് എങ്കിൽ തെറ്റില്ല. പക്ഷേ വെള്ള റേഷൻ കാർഡിന് പലപ്പോഴും 2 കിലോ അരിയാണ് മാസം ലഭിക്കാറുള്ളത്. ഈ ഒരു സമയത്താണ് അധികമായി 1 രൂപ കൂടി നമ്മുടെ കയ്യിൽ നിന്നും ഈടാക്കുന്നത്.
രൂപ എന്ന് പറഞ്ഞ് നിസ്സാരമാക്കേണ്ട. ഓരോ മാസവും 60 ലക്ഷത്തോളം രൂപയാണ് ഈ ഇനത്തിൽ സർക്കാരിന് ലഭിക്കുക. അടുത്ത അറിയിപ്പ്. വേതന പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യമന്ത്രി GR അനിലുമായി റേഷൻ വ്യാപാരി സംഘടനകൾ നടത്തിയ ചർച്ച അലസി. തുടർന്ന് ഈ മാസം 27 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് റേഷൻ കടകൾ അടച്ചിടാൻ റേഷൻ ഡീലേഴ്സ് കോഓർഡിനേഷൻ സംസ്ഥാന സമിതി തീരുമാനിച്ചു. ഭരണപക്ഷ റേഷൻ വ്യാപാര സംഘടനകളായ കേരള റേഷൻ എംപ്ലോയീസ് യൂണിയൻ CITU, കേരള റേഷൻ എംപ്ലോയീസ് ഫെഡറേഷൻ AITUC എന്നിവർ സമരത്തിൽ പങ്കാളികളാകും എന്നും കേരള ഡിവിഷൻ സംസ്ഥാന കമ്മിറ്റി ജനറൽ കൺവീനർ ജോണി നെല്ലൂർ അറിയിച്ചു. അപ്പോൾ ഇന്നലെ നടന്ന ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് 27-ാം തീയതി മുതൽ റേഷൻ കടകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുകയാണ്. സമരം നീണ്ടുപോവുകയാണ് എങ്കിൽ റേഷൻ പിന്നീട് വാങ്ങാത്തവർക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ, ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ റേഷൻ കൈപ്പറ്റണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ദൂരേക്കും ബൈ.